ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ദിവസവും കുക്കിംഗ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക് പാൻ നമ്മൾക്ക് സഹായമാണോ അല്ലെങ്കിൽ നമുക്ക് അറിയാതെ ഒരു റിസ്ക് ആണോ? കാരണം നമ്മളെല്ലാവരും അതിൽ ദോശയുണ്ടാക്കും, ഓംലെറ്റ് ഉണ്ടാക്കും. ഫുഡ് ഒട്ടാതെ പെർഫെക്റ്റായി വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും. പക്ഷെ അതിന്റെ പിന്നിലെ സയൻസ് നമ്മൾ അധികം ചിന്തിക്കാറില്ല. ഇത് സാധാരണ ഒരു പാൻ അല്ല. ഇതിന്റെ മുകളിൽ ഒരു സ്പെഷ്യൽ കോട്ടിംഗ് ഉണ്ട്. അതാണ് ടെഫ്ലോൺ, സയന്റിഫിക്കായി PTFE. ഈ കോട്ടിംഗ് ഉള്ളതിനാലാണ് ഫുഡ് ഒട്ടാതെ വരുന്നത്. കുറച്ച് ഓയിൽ മതി കുക്കിങ്ങിന്, ക്ലീനിംഗ് വളരെ ഈസിയാകുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ ബിസി ലൈഫിൽ നോൺ സ്റ്റിക് പാൻ നമ്മൾക്കൊരു കൺവീനിയൻസ് ആയി മാറിയത്. ഒരു വർക്കിംഗ് മദർ ആയാലും ബിഗിനർ കുക്കായാലും സമയം സേവ് ചെയ്യാനും എഫേർട്ട് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. പക്ഷേ ഇവിടെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ടെഫ്ലോൺ കോട്ടിംഗ് ഒരു ലിമിറ്റ് വരെ സേഫാണ്. പക്ഷേ അതിനെ നമ്മൾ ഓവർ ഹീറ്റ് ചെയ്താൽ, അതായത് വളരെ ഹൈ ഫ്ലെയിമിൽ ഉപയോഗിച്ചാൽ, ഇത് ബ്രേക്ക് ഡൗൺ ആയി ടോക്സിക് ഫ്യൂംസ് പുറത്തേക്ക് വിടാൻ തുടങ്ങും. ഈ ഫ്യൂംസ് നമ്മൾ ഇൻഹേൽ ചെയ്താൽ ഹെഡേക്ക്, ഫീവർ പോലുള്ള സിംറ്റംസ് വരാം. ചിലപ്പോൾ ബ്രീതിങ് ഡിസ്കംഫോർട്ടും ഉണ്ടാകും. ഇത് കേട്ടപ്പോൾ പേടിക്കണ്ട, പക്ഷെ ഇഗ്നോർ ചെയ്യാനും പാടില്ല. ഇതോടെ പ്രോബ്ലം തീരുന്നില്ല. നമ്മൾ പലപ്പോഴും മെറ്റൽ സ്പൂൺ ഉപയോഗിച്ച് പാൻ സ്ക്രാച്ച് ആക്കാറുണ്ട്. അപ്പോൾ കോട്ടിംഗ് ഡാമേജ് ആകും. അങ്ങനെയായാൽ ചെറിയ പാർട്ടിക്കിൾസ് ഫുഡിലേക്ക് മിക്സ് ആകാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ ലൈഫ് സ്പാനും വളരെ കൂടുതലല്ല. 2-3 വർഷം കഴിഞ്ഞാൽ ക്വാളിറ്റി കുറയാൻ തുടങ്ങും. അപ്പോൾ ചോദ്യം, നോൺ സ്റ്റിക് പാൻ അവോയ്ഡ് ചെയ്യണോ? ഉത്തരം സിമ്പിളാണ്. അവോയ്ഡ് ചെയ്യേണ്ടതില്ല, പക്ഷെ കെയർലെസ് ആയി ഉപയോഗിക്കരുത്. നമ്മൾ സിമ്പിളായി ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിം ഉപയോഗിക്കുക, എംപ്റ്റി പാൻ ചൂടാക്കരുത്, വുഡൻ സ്പൂൺ യൂസ് ചെയ്യുക, സ്ക്രാച്ചസ് വന്നാൽ റീപ്ലേസ് ചെയ്യുക. ഇത്ര ചെറിയ കാര്യങ്ങൾ മാത്രം, പക്ഷെ അതാണ് വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അവസാനമായി ഒരു കാര്യം മാത്രം പറയാം. നോൺ സ്റ്റിക് പാൻ നല്ലതാണ്, പക്ഷെ അത് സേഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉപയോഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള റിയൽ ട്രൂത്ത് വീഡിയോസ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.